ചെങ്ങായിമാരെ നമ്മളെ പേളിമാണി ഉണ്ടല്ലോ ഇന്നലെ ഒരു ന്യായീകരണ മെഴുകൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ന്യായീകരണ വീഡിയോ ആയിട്ട് നമ്മളെ പേളിമാണി വരാനുള്ള മെയിൻ കാരണം എന്നറിയാം, ഒറ്റയടിക്ക് 5 ലക്ഷം ഫോളോവേഴ്സ് ആണ് നമ്മളെ മാണിനെ പൊട്ടിട്ട് ഒറ്റ പോക്ക് പോയത്. പക്ഷെ ഈ ന്യായീകരണ വീഡിയോ മൂലം എന്താ സംഭവിച്ചെന്നറിയാം, എയർലായ നമ്മളെ മാണി ഉണ്ടല്ല, എയർന്ന് ഇപ്പൊ നേരിട്ടില്ല ബഹിരാകാശത്തേക്ക് പോയി. ആദ്യം തന്നെ ഞാൻ പേളിമാണിനോട് ഒരു കാര്യം പറട്ടെ, ഈ രാജ്യത്തുണ്ടല്ല നിങ്ങൾക്ക് എന്തഭിപ്രായം പറയാം, പക്ഷെ പറയുന്ന അഭിപ്രായം ഉണ്ടല്ല അത് വളരെ ക്ലാരിറ്റി, വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് ഇപ്പുറം അവിടെ ഒന്നും തൊടാതെ എന്തെങ്കിലും അഭിപ്രായം പറയാൻ പാടില്ല. അതിന്റെ ഒരു മെയിൻ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ബാബരി മസ്ജിദും അയോധ്യ ക്ഷേത്രത്തിന്റെ വിധി ഉണ്ടായിട്ടില്ലേ, ആ വിധി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ബാബരി മസ്ജിദ് ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ല, അത് മുസ്ലിങ്ങളുടെ തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി അടികൂടിയത് സംഘികളായതിനാൽ ആ സ്ഥലം ഉണ്ടല്ല സംഘിക്ക് കൊടുക്കുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ ആ വിധി പോലത്തെ അഭിപ്രായം ഉണ്ടല്ല, അത് പറയാൻ പാടില്ല പേളിമാണി. ആ വിധി പോലുള്ള ലോക കോമഡി അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് പേളിമാണി നിങ്ങളുണ്ടല്ല ഇപ്പൊ എയർലായത്. ഇപ്പൊ എയർലല്ല, ഈ ന്യായീകരണത്തോടു കൂടി ബഹിരാകാശത്തേക്ക് എത്തിയത്. എന്തായാലും നമുക്ക് ആദ്യ വീഡിയോയോട് കൂടി നമ്മളെ പേളിമാണിയെ ഏറെ കൊണ്ടുപോയ അനന്തമുണ്ടല്ല ഇന്നലത്തെ ഈ ന്യായീകരണ വീഡിയോയോട് കൂടി വീണ്ടും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നമ്മൾ അനന്തമുണ്ടല്ല നമ്മളെ പേളിമാണിനെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരാള് മാപ്പുമായി വന്നിട്ടുണ്ട്. മാപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ടും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരുന്നെങ്കിൽ നന്നായിനെ. പറഞ്ഞു വന്നത് വേറെ ആരെയും പറ്റിയല്ല, നമ്മുടെ സ്വന്തം പേളിമാണി. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് പേളിമാണി ട്രാൻസ്ലേറ്റർ എന്ന് കിട്ടുക നന്നായിരിക്കും. കാര്യം ഇതൊരു ട്രാൻസ്ലേഷണൽ വീഡിയോ ആണ് ഗൈസ്. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് നല്ല രീതിയിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ. പേളിമാണിയുടെ ഇങ്ങനത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം, 1, കൈവിട്ട് പോയ ഇമേജ് തിരിച്ചു പിടിക്കുക. 2, ഞാൻ എന്റെ പോസ്റ്റിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതല്ല, നിങ്ങൾ വിചാരിച്ചതല്ല, നിങ്ങൾ വായിച്ചതല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെ. ഇത് ആളുകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇവിടുത്തെ ആളുകൾക്ക് എഴുത്തും വായന അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല ഇതെന്ന് ആളുകളെ മനസ്സിലാക്കിക്കുക. അതാണ് രണ്ടാമത്തെ ഉദ്ദേശം. പിന്നെ മൂന്നാമത്തത് മെയിൻ ഉദ്ദേശം, പേളിമാണി ഈ ഒരു സബ്ജക്റ്റിനകത്ത് തന്റെ ഒപ്പീനിയൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ 5.7 മില്യൺ ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 57 ലാഖ് ആളുകൾ. നിലവിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 5.3 മില്യൺ, 53 ലക്ഷം ആളുകൾ, ഓൾമോസ്റ്റ് 4 ലക്ഷം ആളുകളാണ് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയത്. അപ്പം ഇതിങ്ങനെ ഈ ഒരു അൺഫോളോ ക്യാമ്പയിൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഡേ ബൈ ഡേ ആയിരക്കണക്കിന് ആളുകളാണ് അൺഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവരുടെ കോർ ഓഡിയൻസ് ആണ്. അത് ഇന്നലെ വന്ന് കയറിയ ആൾക്കാരല്ല, വർഷങ്ങളായിട്ട് പേളിമാണിയെ ഫോളോ ചെയ്യുന്ന ആളുകൾ വരെ അൺഫോളോ ചെയ്തിട്ട് പോവുകയാണ്. ഒരു ക്രിയേറ്ററിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതാണ്, ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ ആളുകളിലോട്ടുള്ള ഒരു ഇഷ്ടം പിടിച്ചു പറ്റുക എന്നുള്ളത്. ഒരു ഹേറ്റ് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെങ്ങ് കുറയ്ക്കണം, എങ്ങനെയെങ്കിലും മാപ്പ് പറഞ്ഞു കാലി പിടിച്ചോ ഒന്ന് കുറയ്ക്കണം. അതാണ് മെയിൻ ഉദ്ദേശത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയുടെ അപ്പിയറൻസിനെ പറ്റി പറയണം. മൊത്തത്തിൽ ഒരു സാഡ് ഷെയ്ഡാണ് പിടിച്ചിരിക്കുന്നത്. ചുരിദാറാണെങ്കിൽ, ഡെസ്കിൻ കളറാണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം ആ ഒരു ക്ലാസ്സിൽ ലുക്ക് ഉണ്ട്, കൊള്ളാം സംഭവം. പ്രത്യേകിച്ച് മേക്കപ്പ് ഒരിക്കലും ഒന്നുമില്ല, ഹെയർ സ്റ്റൈൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ബാക്കിലോട്ട് കെട്ടി വെച്ചേക്കുന്നു. മൊത്തത്തിൽ അതിന്റെ സിമ്പിൾ ആൻഡ് ഹംബിൾ ഒരു ഡൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പിലുള്ള ഒരു പരിപാടി. ഇതെല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആ സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു മാപ്പ് സെറ്റപ്പ് അറ്റ്മോസ്ഫിയർ ആണ് എന്ന്. ഇത് മനസ്സിലായോ? ഒരു അനുകമ്പ കാണുന്ന ആളുകൾക്ക് തോന്നണമല്ലോ, അല്ലാതെ വെടിക്കില്ല ലൈറ്റും വല്ല പളവളപ്പം സാരി എടുത്ത് മേക്കപ്പ് ഇട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ പിന്നെ ഏറിപ്പോവും. മാപ്പ് പറയാനുള്ള വരക്കമാണെങ്കിൽ ഈ ഒരു രീതിയിൽ വന്നിരുന്ന വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ റോ ആയിട്ട് വന്നിരുന്ന കാര്യം പറഞ്ഞാൽ ആളുകൾ കുറച്ചും കൂടെ അങ്ങോട്ട് ഇത് ഏകത്തോട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പേളിക്കറിയാം എങ്ങനെ അത് പ്രസന്റ് ചെയ്യണമെന്ന്. മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആളുകൾ പറയുന്നതുകൊണ്ട് അവർക്ക് അഹങ്കാരത്തിന് ഒരു കുറവില്ല. അങ്ങനെ പോലും ഹേറ്റ് വരാൻ പാടില്ല എന്ന് പേളിക്ക് ഉത്തമമായിട്ടുള്ള ബോധം ഉണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ എല്ലാത്തിനകത്തും അതിൻ്റെതായിട്ടുള്ള അച്ചടക്കം പേളി ഈ ഒരു വീഡിയോയിൽ പാലിച്ചിട്ടുണ്ട്. സംഭവം ആണെങ്കിലും ആ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, അടിപൊളി രസമുണ്ട് കാണാൻ. പക്ഷെ ഒരു കാര്യം മിസ്സിംഗ്, ഒരു വൈറ്റ് ഡ്രസ് ആണ് മാപ്പ് പറയുന്നത്. ഇപ്പൊ എല്ലാവരും ഇടുന്നത് അതിട്ടാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്ലാസ് ഫീൽ കിട്ടിയേനെ. ഇനിയിപ്പോ കുഴപ്പമില്ല, പോട്ട് അടുത്തോട്ട് ഇടാം. അപ്പൊ പേളിയുടെ മാപ്പ് വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. പേളി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഹലോ എവരിവൺ, വെൽക്കം ടു പേളിമാണീസ് യൂട്യൂബ് ചാനൽ. ഒരു അൺയൂഷ്വൽ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ടുഡേ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ഡു ദിസ് വീഡിയോ. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകളുകൊണ്ടും. എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. സീരിയസ്ലി ജനങ്ങളാണ് പേളിമാണി ഇത്രയും നാൾ ഇവിടെ വരെ എത്തിച്ചത്. അവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പേളിക്കറിയാം. പക്ഷേ ചോദ്യം ചോദിക്കുന്ന, മാന്യമായി സംസാരിക്കുന്ന, മാന്യമായി വിമർശിക്കുന്ന ആളുകളെ എന്തിനും ബ്ലോക്ക് ചെയ്തു? ഇത്രയൊക്കെ അറിയാവുന്ന പേളിമാണി ആ സമയത്ത് ഈ ബോധം തനിക്ക് ഉണ്ടായിരുന്നില്ലേ? എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ലിസ്റ്റ് ഉള്ള ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേളിമാണിയുടെ അക്കൗണ്ടിലായിരിക്കും. ഇവരെ വർഷങ്ങളോളം ഫോളോ ചെയ്യുന്ന ആളുകളെ വരെ ഇവർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞുള്ളതാണ്. എത്ര ആളുകളാണ് വീഡിയോ ആയിട്ട് വന്നത്? 8 കൊല്ലമായിട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളെയൊക്കെ വരെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഈ പറയുന്ന ആളുകളോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ്, സ്നേഹം അല്ലെങ്കിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 ലക്ഷം പേരാണ് ഇറങ്ങിപ്പോയത്.
അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയണം, തേനും പാലും ഒലിപ്പിച്ച് സംസാരിക്കണം. നിങ്ങളാണ് എന്നെ വിളക്കിയ, നിങ്ങളില്ല എനിക്കില്ല, മാങ്ങാത്തൊരി. ആ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അല്ലാതെ ആളുകൾ അതൊന്നും അല്ലേ കാര്യം. വേണ്ടി നിലനിൽപ്പ്, ആർക്കാണെങ്കിൽ നിലനിൽപ്പാണ് മുഖ്യം. അതുകൊണ്ട് കൂടുതൽ ഡ്രാമയൊന്നും ഇറക്കാൻ നിൽക്കണ്ട. ബാക്കി പറ. ഫ്യൂ ഡേയ്സ് അഗോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ്സ് അബൌട്ട് ദി എൻറ്റയർ നീറ്റ് ഇഷ്യൂ ദാറ്റ്സ് ഹാപ്പനിങ്. അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പേളി പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. സോ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. DM-ൽ കുറേ മെസ്സേജ് വന്നു. ഓക്കെ, ഐ ടുക്ക് മൈ ടൈം. ഞാൻ കുറേ റീൽസും നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റാഗ്രാമിലെ റീൽസുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി. എൻ്റെ ഒരു നോട്ട് പാഡിൽ ഞാൻ എഴുതി. അപ്പം പേളി മാണി ആ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം എന്റെ കമന്റ് ബോക്സിൽ DM-ൽ വന്ന പ്രഷർ, മറ്റുള്ളവർ പോസ്റ്റ് ഇടൂ എന്ന് പറഞ്ഞതിന്റെ കാരണത്താൽ ഇട്ട ഒരു പോസ്റ്റ്. അല്ലാതെ രാജ്യത്ത് ഇത്രയും വലിയൊരു പ്രക്ഷോഭം നടക്കുന്നു, അതിനെന്റെ ഒരു അഭിപ്രായം പറയണം, ആളുകളെ അവെയർ ആക്കണം എന്ന് സ്വയം തോന്നി ഇട്ടതല്ല. ആളുകൾ നിർബന്ധിച്ചുകൊണ്ട് ഇട്ടതാ. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊരു ടോൺ അതിനകത്തുണ്ടോ, ഉള്ളതുപോലെ തോന്നുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ടതല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഇട്ടതാണെങ്കിൽ ഇങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇങ്ങനെ ഒരു സംഭവത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഈ കാര്യത്തിൽ ഇതാണ് എന്റെ നിലപാട് എന്നൊരു ഉറച്ച നിലപാട് ജനങ്ങളെ അറിയിക്കണം. അതാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ നിർബന്ധ പ്രകാരം പോസ്റ്റ് ഇട്ട് ആർക്കാണ്ടും വേണ്ടിയിട്ട് വന്ന് ഛർദ്ദിച്ച് പറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമുക്ക് പറയാനുള്ളത്, സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ ഇല്ലാത്തവർ, ഇനി അഭിപ്രായമുണ്ട് പക്ഷെ അത് പറയാനുള്ള നട്ടലില്ല, അങ്ങനെയുള്ളവരും മിണ്ടാതിരിക്കും. അതായിരിക്കും നല്ലത്. ഈ ഒരു പ്രൊട്ടസ്റ്റ് അങ്ങനെ കുറെ ആളുകളെ നമ്മൾക്ക് കാണിച്ചു തന്നു, ആർക്കൊക്കെയാണ് നട്ടലുള്ളത്, ആർക്കൊക്കെയാണ് ഇല്ലാത്തതെന്ന്. ആദ്യം ഇതുപോലെ കുറെ DM-ഉം കുറച്ച് കമന്റ്സും ചോദ്യങ്ങളൊക്കെ വരും. കാലം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇത് ആളുകൾ മറക്കും, അടുത്ത സബ്ജക്റ്റിന് പറയാൻ അവർ പോകും. ഇത് തനിയെ അങ്ങ് ഇല്ലാതാവും. അതുവഴി നിങ്ങൾക്ക് എസ്കേപ്പ് ആവാം. കാര്യം പ്രത്യേക അഭിപ്രായമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഇഷ്യൂ വന്ന കാരണം നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ സമൂഹത്തിൽ ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 3 തരത്തിലുള്ള ആളുകളാണുള്ളത്. പണ്ട് ഞാൻ ഈ ബയോളജിയിൽ പഠിച്ച സമയത്ത് മത്സ്യത്തിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സ്കെലിറ്റൽ സ്ട്രക്ചർ വെച്ചിട്ട് മത്സ്യങ്ങളെ 3 ആയിട്ട് തരംതിരിക്കാം. 1 ബോൺ ഉള്ളത് അല്ലെങ്കിൽ മുള്ളൊക്കെ ഉള്ള ഫിഷ്, ബോണി ഫിഷ്. 2 കാർട്ടിലേജ് ഒക്കെ ഉള്ളത്. ഇതിന് ബോണില്ല, ബോണിന് പകരം കാർട്ടിലേജ് എന്ന് പറയുന്ന സാധനം ഉള്ളത്. കാർട്ടിലേജിനസ് ഫിഷ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ചെവി കാർട്ടിലേജ് ആണ്. ഇത് സ്റ്റിഫാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വളയും. അടുത്തത് ജോലസ് ഫിഷ്. ഈ 3 കാറ്റഗറിയിലാണ് സ്കെലിറ്റൽ സ്ട്രക്ചർ വെച്ചിട്ട് ഫിഷിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സെലിബ്രിറ്റീസും. എല്ലുള്ളതുണ്ട്, അതുപോലെ തന്നെ നട്ടലിന് വരെ കാർട്ടിലേജ് ഉള്ളതുണ്ട്. കാർട്ടിലേജ് ഉള്ളതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലുണ്ട്, പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളയും. ഈ ആളുകളെ കാണുന്ന എടുത്തിട്ട് ഇത് വളഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ജോലസ് എന്നുള്ള ഫിഷ്, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു താടിയല്ലില്ല. ഇങ്ങനെ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് മാത്രമേ ഇതിനുള്ളൂ. ചില ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ നക്കിയെടുക്കും. ഇതൊക്കെയാണ് അവരുടെ പ്രവൃത്തികൾ. ഇതുപോലെയാണ് നമ്മുടെ സെലിബ്രിറ്റീസും. നട്ടലുണ്ടായിട്ടും അത് വളയുന്നത്. പിന്നെ അടുത്തത് വായില്ല, പക്ഷെ നക്കാൻ അറിയാം. അവരുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ സക്കർ ഫിഷ് ഒക്കെ അങ്ങനെയുള്ളത്, സക്ക് ചെയ്തെടുക്കുന്ന പരിപാടി. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് ഏത് കൂട്ടത്തിൽ പെടണോ എന്ന് പേളിക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങൾ പറ. ഈ സോക്കാൾഡ് നമ്മളിപ്പോൾ പൊക്കി പിടിച്ച് നടക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ്, ഇത് കുറെ എണ്ണത്തിന് നമ്മൾ ഈ ഒരു പ്രക്ഷോഭം വന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇവനൊക്കെ ഏത് തരത്തിലുള്ള നട്ടലാ ഉള്ളതെന്ന്. അനന്തുവിന്റെ ഈ വീഡിയോട് കൂടിയുണ്ടല്ലോ നമ്മളെ പേളിമാണി ഏറുന്നുണ്ടല്ല, നേരെ ബഹിരാകാശത്തേക്ക് പോയിട്ട് ഒരാഴ്ച ഉണ്ടല്ല ബഹിരാകാശത്താ താമസം. ഈ വീഡിയോയിൽ അനന്തുണ്ടല്ല കുറെ കാര്യങ്ങൾ ഇനിയും പറയുന്നുണ്ട്. ചിരിച്ചിരിച്ച് പണ്ടാറുണ്ടെങ്കിൽ നിങ്ങളുണ്ടല്ല അനന്തു ബ്ലോഗ്സ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ മുപ്പണ്ട് വീഡിയോ കാണാൻ കഴിയും. പിന്നെ നമ്മളെ പേളിമാണിയെ ന്യായീകരണ വീഡിയോ ഉണ്ടല്ല, ഞാൻ എഴുതിയതുണ്ടല്ല, നിങ്ങൾ വായിക്കേണ്ട രീതിയിൽ വായിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നിയൊക്കെ എന്തൊക്കെയോ പൊട്ടത്തങ്ങൾ പറയുന്നുണ്ട്. എന്റെ പേളിമാണി, നിങ്ങൾ എഴുതിയതും നിങ്ങളെ മനസ്സുകൊണ്ടല്ല മലയാളിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് കൊണ്ടാണ് നിങ്ങളെ 4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടല്ല ഒറ്റയടിക്ക് പോയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം ഉണ്ടല്ലോ, അത് കാവ്യാണെന്ന് നിങ്ങൾ പറയുമ്പോഴല്ല, നിങ്ങൾ എന്നാ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കേണ്ട ബുദ്ധി ഉണ്ടല്ല, ആ ബുദ്ധി മലയാളിക്ക് ഉണ്ട് കേട്ടാ. അതായത് നിങ്ങളെ സംഘികൾ പൊട്ടന്മാരെന്ന് വെച്ചിട്ട് എല്ലാ മലയാളികളും ഉണ്ടല്ല, എല്ലാ മലയാളികളും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന വലിയ കാര്യം എന്താണെന്നറിയാം, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് നടന്നിട്ട് ഒരക്ഷരം ഉണ്ടാത്ത നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടല്ല ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വളർത്തിയിട്ടും നമുക്കൊരു പ്രശ്നം വന്നപ്പം ഒരക്ഷരം ഉണ്ടാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന അത്തരം സെലിബ്രിറ്റീസിനാ ഇനിയും നമ്മൾ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതായത് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ഇത്രയും വലിയ പ്രശ്നം വന്നപ്പോഴല്ല ഒരക്ഷരം ഉണ്ടാത്ത അത്തരം ടീംസിനുണ്ടല്ല അൺഫോളോ അങ്ങ് ചെയ്തേക്കണം. അപ്പോഴെന്തായാലും വീണ്ടും വന്ന് ന്യായീകരിച്ച് മെഴുകി എയറിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോയ പേളിമാണിയെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ അനന്തുവിനും രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.